വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിന്റെയും കലുഷിതമായ കൗമാരത്തിന്റെയും വാർത്തകൾ അവസാനിക്കുന്നില്ല. കാസർഗോഡ് ടർഫിൽ ഫുട്ബോൾ കളി കാണാനെത്തിയ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയും കുഴിയിലേക്ക് തള്ളിയിട്ട് കാലിന്റെ എല്ല് പൊട്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസ് 2 പേർക്കെതിരെ കേസെടുത്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തത്. കാസർഗോഡ് നിന്നും വിവരങ്ങളുമായി ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ്, വാർത്തകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ദിവസവും ഇത്തരത്തിൽ സംഘർഷങ്ങളുടെ വാർത്തകളാണ് വരുന്നത്. ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? അതുല്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘർഷങ്ങളുടെ വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലേറെയും നമ്മൾ കേട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ലഹരി ഉപയോഗിച്ചിട്ടുള്ള അതിക്രമങ്ങൾ സംസ്ഥാനത്ത് കുട്ടികളുടെ ഇടയിൽ വ്യാപകമായി തന്നെ വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് ജില്ലയിലെ ഒരു സ്കൂളിലെ 10ാം ക്ലാസ് സെന്റ് ഓഫ് പാർട്ടിക്ക് കഞ്ചാവ് ഉപയോഗിക്കുകയും അത് കൈവശം വെക്കുകയും ചെയ്തതിന് പോലീസ് കേസൊക്കെ എടുത്തിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു കേസ് കൂടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഫെബ്രുവരി മാസം 23-നായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ കേസിൽ 2 പേർ പ്രതികളായിട്ടുള്ളത്. തെക്കേക്കര സ്വദേശിയായിട്ടുള്ള വിശാഖിനാണ് ഇത്തരത്തിൽ പരിക്കേറ്റത്. ഇത്തരത്തിൽ വൈകിട്ട് കാഞ്ഞങ്ങാട് കോട്ടശ്ശേരിയിലുള്ള ഒരു ടർഫിൽ ഫുട്ബോൾ കളി കാണാൻ വേണ്ടി പോകുന്നതിനിടെയായിരുന്നു ഇത്തരത്തിൽ ഈ മർദ്ദനം ഉണ്ടായത്. അതായത് ഈ വിശാഖിന്റെ സഹോദരൻ പൃഥ്വിയെ മുൻപ് മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികൾ മർദ്ദിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്തതിലെ വൈരാഗ്യമാണ് അനിയനെ ഇത്തരത്തിൽ ആക്രമിക്കാൻ കാരണമെന്നാണ് കേസിൽ പരാതിയിൽ പറയുന്ന കാര്യം. SMS ഡിവൈഎസ്പിക്കാണ് ഇത്തരത്തിൽ കംപ്ലൈന്റ് കൊടുത്തിരുന്നത്. പക്ഷേ അതിനുശേഷം നാളിതുവരെയായിട്ടും നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നൊരു ആക്ഷേപം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2 പേർക്കെതിരെയാണ് ഇപ്പോൾ പ്രാഥമികമായ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതേ സ്കൂളിൽ, അതായത് വിശാഖ് പഠിക്കുന്ന അതേ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ 2 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. ബാക്കി 2 പേർ കൂടി ഈ കേസിൽ പ്രതികളാകാനുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവർ മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. എന്തായാലും ഗുരുതരമായ പരിക്കേറ്റ വിശാഖ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നാണ് ആശുപത്രിയിൽ നിന്ന് മോചിതനായി വീട്ടിലേക്ക് എത്തിയത്. ആദ്യം ശരീരമാസകലം മർദ്ദനമേറ്റതിന്റെ പാടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ കുഴിയിലേക്ക് തള്ളിയിട്ട രീതിയിൽ കാലിന് വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് കാലിന്റെ എല്ലിന് പൊട്ടലുണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മംഗലാപുരത്ത് ദർലക്കട്ട് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. ഈ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ വീട്ടിലേക്ക് എത്തിയത്. എന്തായാലും പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഇവർക്ക് വാങ്ങിക്കൊടുക്കണമെന്ന ആവശ്യം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതുല്യ, നിലവിൽ ഈ ഒരു കേസിലും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനങ്ങളുടെ കാരണം വ്യക്തമായിട്ടുണ്ടോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞിടയ്ക്കാണ് യാത്രയയപ്പ് പാർട്ടിക്കിടെ ലഹരി ഉപയോഗിച്ചതിന് കാസർഗോഡ് തന്നെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ലഹരിയുടെ എന്തെങ്കിലും സ്വാധീനത്തിലാണോ അതോ ഏതെങ്കിലും മറ്റെന്തെങ്കിലും പ്രകോപനത്തിന്റെ പുറത്താണോ ഇത് എന്നുള്ള രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടോ? അതിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിശാഖിന്റെ സഹോദരൻ പൃഥ്വിയെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മർദ്ദിച്ചിരുന്നു. ഇത് ഈ പൃഥ്വി അടക്കമുള്ള പൃഥ്വിയുടെ സുഹൃത്തുക്കൾ ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് അനിയനിൽ തീർത്തതെന്നാണ് ഈ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ നോർത്ത് കോട്ടശ്ശേരിയിലുള്ള ഫുട്ബോൾ ടർഫിനെതിരെ നേരത്തെയും സമാന രീതിയിൽ പരാതി ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ രീതിയിൽ മയക്കുമരുന്നും കഞ്ചാവും രാസലഹരിയും ഒഴുകുന്നതായാണ് പോലീസിന് ആ ഘട്ടങ്ങളിൽ ലഭിച്ചിട്ടുള്ള വിവരം. അന്ന് പോലീസ് ഇവിടെ പരിശോധന കർശനമാക്കുകയും നിരവധി പേരെ ഇതുമായി ബന്ധപ്പെട്ട് പിടികൂടുകയും ചെയ്തിരുന്നു. ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെയാണ് വീണ്ടും ഇത്തരത്തിൽ ഒരു അതിക്രമം ഉണ്ടായതെന്നുള്ളതാണ് ഏറെ ഗൗരവത്തോടെ കാണേണ്ട കാര്യം. ഈ കുട്ടികൾ ഇത്തരത്തിൽ കഞ്ചാവ് അതുപോലെ തന്നെ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങൾ അടക്കം പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നുണ്ട്. ആക്രമണത്തിന് പിന്നിലുള്ള പ്രധാന കാരണമായി ഈ പരാതിക്കാരന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന പരാതിക്കാരൻ പറയുന്ന കാര്യം ഇതാണ്. അതായത് ചേട്ടന്റെ സുഹൃത്തുക്കൾ ചേട്ടനെ ഇവർ ആക്രമിച്ചിരുന്നു. അത് ചോദ്യം ചെയ്തതിലുള്ള വിരോധമാണ് അനിയനെ ഇത്തരത്തിൽ ആക്രമിക്കാൻ കാരണമായത് എന്നാണ് ഈ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർ തമ്മിലുണ്ടോ, അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെ ഉപയോഗം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസാണ് വ്യക്തത വരുത്തേണ്ടത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ പരിശോധനകളൊക്കെ നടത്തി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെയും
കാഞ്ഞങ്ങാട് നഗരത്തിൽ കഫേ കേന്ദ്രീകരിച്ച് വ്യാപകമായി നിരോധിത പുകയില കച്ചവടം നടത്തിയിരുന്ന ഒരാളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാഞ്ഞങ്ങാട് ജില്ലയിലും ഈ പ്രത്യേകിച്ച് ഈ സ്കൂളിന്റെ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് ഈ മയക്കുമരുന്നും അതുപോലെ തന്നെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നത് തടയാനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച്, അതായത് സ്കൂളുകൾക്ക് ചുറ്റും കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. അതിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം സാക്ഷിയായതുകൂടിയാണ്. അത്തരത്തിൽ പരിശോധനകൾ കർശനമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെ ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ അതിക്രമത്തിലേക്ക് പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. SMS ഡിവൈഎസ്പിക്കാണ് ഇത്തരത്തിൽ അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. അതുല്യ. ശരി ജോസഫ്, കാസർഗോഡ് 2 വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോൾ ആശുപത്രി വിട്ടിരിക്കുന്നതിനെ തുടർന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കുഴിയിലേക്ക് തള്ളിയിട്ട് കാലിൻ്റെ എല്ല് പൊട്ടിച്ച സംഭവത്തിൽ 2 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇരുവരും 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. മറ്റു 2 പേർക്കെതിരെ കൂടി കേസെടുക്കുന്ന കാര്യം പരിഗണനയിലുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിൻ. വീണ്ടും ഒരു സംഘർഷ വാർത്തയിലേക്ക് തന്നെയാണ്. മലപ്പുറത്ത് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി.